ഞാനിപ്പോൾ നിൽക്കുന്നത് അടക്കാക്കുണ്ട് ഹിമ കെയർ ഹോമിൻ്റെ മുന്നിലാണ്. ഇന്നിവിടെ തല്ലുമാല യൂട്യൂബർ ടീമിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ട് മടങ്ങുന്നത്. ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്നൊരു സെൻ്ററാണ് ഈ ഹിമ കെയർ ഹോം. ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ഇതിന് സത്യത്തിൽ എനിക്ക് ഒരു വൃദ്ധസദനം എന്ന് പറയാൻ തോന്നുന്നില്ല. ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഹോസ്റ്റൽ എന്ന് പറയാം. ഇത്രയും ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം, ഒരു സമാധാനത്തിൻ്റെ നല്ല വൈബ് നൽകുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നടന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവരും ഈ ഒരു സ്ഥാപനം സന്ദർശിക്കണം എന്ന് കൂടി ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറയാം. പാടിയിട്ട് ബാക്കി തുടങ്ങാം കേട്ടോ. നല്ലൊരു പാട്ട് പാടി കൊടുക്കണം. ബാക്കി എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പക്ഷേ എൻ്റെ പേര് ആഷിഖാണ്, മുഹമ്മദ് ആഷിഖ്. ഞാൻ എൻ്റെ പേര് ആഷിഖാണ്. അപ്പോൾ അറിയുന്നുണ്ടാവും. പിന്നെ ഞാൻ തൊട്ടടുത്ത പ്രദേശത്ത് മയിലാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ബേസിക്കലി പറയണമെങ്കിൽ ആഷിഖ് കാളികാവ് എന്നാണ് അറിയപ്പെടുക. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ്. സിംഗിങ് ആണ് എൻ്റെ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കും. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൊത്ത് റസൂലെ കണ്ടു. മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരഭൂവിൽ കണ്ടു. അറിവിൻ്റെ കേദാരഭൂവിൽ കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൊത്ത് റസൂലെ കണ്ടു. മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരഭൂവിൽ കണ്ടു. അറിവിൻ്റെ കേദാരഭൂവിൽ കണ്ടു. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പരിശുദ്ധ
നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെൻ്റെ കൽബിൽ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെൻ്റെ കൽബിൽ കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൊത്ത് റസൂലെ കണ്ടു. മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരഭൂവിൽ കണ്ടു. അറിവിൻ്റെ കേദാരഭൂവിൽ കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൊത്ത് റസൂലെ കണ്ടു. മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരഭൂവിൽ കണ്ടു. അറിവിൻ്റെ കേദാരഭൂവിൽ കണ്ടു. എല്ലാരും മനസ്സുകൊണ്ടൊന്ന് നിശബ്ദമായില്ലേ? ആശിക്കനങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ അറിയണവർക്ക് അറിയാം, ഇത്രയും എന്താ പറയാ ഒരു ആത്മസംഗീതം പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ? ഞാൻ ഇന്റർവ്യൂ ചെയ്ത ഒരു 5 പേരെ മനോരമന്റെ പാട്ടിലെ താരം എന്ന പരിപാടിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 6ാമതൊരാളായിട്ട് ഞാൻ ആശിക്കിനെയും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് അവൻ്റെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചതാണ്. ഏതായാലും ഇങ്ങനത്തെ ഒരു അവസരത്തിൽ പങ്കെടുക്കാൻ പറ്റിയാലും ഇവരൊക്കെ കാണാൻ പറ്റിയാലും അല്ലേ ആശിക്കെ? ഒരുപാട് ആളുകളുണ്ട് നിനക്ക് മുന്നിൽ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടെങ്കിലും മകക്കണ്ണോട്ട് നീ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഉമ്മച്ചിൻ്റെ കൂടെ ഒന്നും പങ്കിട്ട് വന്നാണ് ജസ്റ്റ് ഒന്ന് വരുവേ. എത്ര മക്കൾ? 5 മക്കൾ എല്ലാവരും. ആശിക്ക വലുത്, ആശിക്കാണ് വലിയ പോലെ. ഉമ്മച്ചിൻ്റെ കൂടെയാണ് ബൈക്കിലാണ് വന്നത് അല്ലേ? ഒന്ന് വരും. ഇത് വലിയ മൂത്ത പോലെ നിങ്ങളുടെ കൂടെ എന്താ യാത്രയൊക്കെ? പിന്നെ ബാക്കി മക്കളൊക്കെ? അവന്റെ താഴെ 2 പെൺകുട്ടികളും പിന്നെ 2 ആൺകുട്ടികളും. പിന്നെ നേരെ താഴെ MBBS പഠിക്കുക, പിന്നെ സൈക്കോളജി, പിന്നെ മുംബൈയിലും കേരള. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ ചാനൽ മുഖേന കണ്ടോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആശിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഓക്കെ ബാക്കി പരിപാടി നടക്കട്ടെ കേട്ടോ. ആശിക്കെ താങ്ക്സ്, ഒരുപാട് കേട്ടോ. സാദിക്ക നമ്മുടെ ഗ്രൂപ്പിൽ പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ. അത് വാങ്ങിച്ചു. താങ്ക് യു. ഓക്കെ പ്രൊസീഡ് കേട്ടോ. സാദിക്ക നമ്മുടെ ഗ്രൂപ്പിൽ പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ. അത് വാങ്ങിച്ചു. താങ്ക് യു.